ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ സലാല വരെ പോവാണ്. വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ തോന്നല് സലാലയ്ക്ക് വെച്ച് പിടിക്കാം. അങ്ങനെ സലാലയ്ക്ക് പോവാം. ഇപ്പോൾ സലാലയിൽ നല്ല ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം സലാലയിലോട്ടുള്ള യാത്രയാണ്. ഇപ്പോൾ ഞങ്ങൾ റോഡ് ട്രിപ്പാണ് പോകുന്നത്. ഒമാൻ ബോർഡർ ക്രോസ് ചെയ്ത് ഇബ്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഹൈമേയിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മണൽക്കാറ്റാണ്. അപ്പോൾ ആ മണൽക്കാറ്റൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ബാക്കി പിന്നെ പറയാം. ഹൈമ കഴിഞ്ഞ് തുമ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതായത് റോഡ് ട്രിപ്പ് വരുന്നവര് ഒമാൻ ബോർഡർ ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇബ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ വേറെ സിറ്റികളൊന്നുമില്ല. ഹൈമയിലും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ റോഡ് ട്രിപ്പിൽ രണ്ട് സൈഡിലും മരുഭൂമി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വേക്കൻറ്റ് പ്ലേസുകളാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാണില്ല. സലാല തുമ്പത്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥ സലാലയുടെ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ നോർമൽ ദുബായ് ക്ലൈമറ്റ് ആണ്. അങ്ങനെ സലാല ട്രിപ്പ് ഇപ്പൊ നമ്മള് തുമ്പത്തെത്തിയിട്ടുണ്ട്. തുമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സലാലയ്ക്ക് മുമ്പ് തൊട്ട് മുകളിൽ ഏരിയയാണ്. അവിടെ മുതലാണ് ടെമ്പറേച്ചർ ഡിക്രീസ് ആകുന്നത്. നമ്മൾ യാത്ര ചെയ്ത സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 43 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. ഇപ്പം അത് 23 ആയിട്ടുണ്ട്. അപ്പം അത്രയും ടെമ്പറേച്ചർ ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ രാവിലെ 6 മണിക്കാണ് നമ്മൾ ഇബ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഏകദേശം 6 മണിയാവുന്നു. വൈകുന്നേരം 6 മണിയാവുന്നു. നമ്മളതിൻ്റെ ഇടയ്ക്ക് നിർത്തി അങ്ങനെയൊക്കെയാണ് വന്നത്. അത്രയും ലോങ് ഡ്രൈവാണ്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഒരു 30-35 കിലോമീറ്റേഴ്സ് ഉണ്ട് സലാലയ്ക്ക്. ഞങ്ങൾ അങ്ങനെ സലാലയിലോട്ട് പോകൊണ്ടിരിക്കുന്നു. മഞ്ഞ് വീണിട്ടില്ലേ? സലാല എത്തി. 43 ഡിഗ്രിയിൽ നിന്ന് നേരെ 23 ഡിഗ്രിയിലോട്ട്. അപ്പം നമ്മൾ സലാലയിൽ നിന്ന് നേരെ തിരിച്ച് ദുബായിക്ക് പോവാണ്. സലാല നല്ല മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണ്. നല്ല നല്ല ക്ലൈമറ്റ് ആണ്. അപ്പം നമ്മൾ സലാലയിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അപ്പം നമ്മൾ സലാലയിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അങ്ങ് ഇബ്രിയിലെത്താം. ബാക്കി കാര്യങ്ങൾ ഇബ്രി വെച്ച് പറയാം. ഓക്കെ, എൻജോയ്.
അങ്ങനെ നമ്മുടെ ലോങ് ജേണിക്ക് ശേഷം നമ്മൾ ഇബ്രി എത്തിയിട്ടുണ്ട്. ഇബ്രിയിൽ ആണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നാളെയാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് ദുബായിക്ക് പോകുന്നത്. ഏകദേശം 8 മണിക്കൂറത്തെ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്ക് വരുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനോ ഒന്നുമില്ല. ജസ്റ്റ് ഡ്രൈ ലാൻഡ്സ് ആണ്. ഡ്രൈവിംഗ് ഒക്കെ സ്മൂത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇബ്രിയിലാണ് എത്തിയിട്ടുള്ളത്. ഇബ്രി സ്റ്റേ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സലാലയിലെ വീഡിയോസൊക്കെ വിഷ്വൽസൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.